ഭഗവാൻ മുരുകനും തമിഴ് കവയത്രി ഔവയ്യാറും തമ്മിലുള്ള ഒരു മനോഹരമായ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ കവയത്രിയായ ഔവയ്യാർ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം തളർന്ന് ഒരു ഞാവൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ ഒരു ആട്ടിടയനായ ഒരു ബാലൻ അവിടെ ഇരിക്കുകയായിരുന്നു. അവൻ ഉടനെ അമ്മുമ്മയോട് ചോദിച്ചു, അമ്മുമ്മയ്ക്ക് പഴം വേണോ? അമ്മുമ്മ മറുപടി കൊടുത്തു, വേണം. ഉടനെ ബാലൻ ചോദിച്ചു, അമ്മുമ്മയ്ക്ക് ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ? അമ്മുമ്മ അല്പനേരം ആലോചിച്ചു. അതെന്താണ് ചുട്ടപ്പഴവും ചുടാത്ത പഴവും? തീയിൽ വെച്ച് ചുട്ടതാണ് ചുട്ടപ്പഴം. എന്താണ് ഈ ചുട്ടപ്പഴവും ചുടാത്ത പഴവും? ഔവയ്യാർ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. ഔവയ്യാറിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന പഴം ചുട്ടപ്പഴവും ചുടാത്ത പഴവും എങ്ങനെയാണ് ആവുന്നത്? ഉടനെ തന്നെ ഔവയ്യാർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചുടാത്ത പഴം മതിയെന്ന്. അല്പസമയം കഴിഞ്ഞ് ബാലൻ മരം കുലുക്കി കുറച്ച് ഞാവൽപ്പഴം താഴേക്ക് വീണു. ഉടനെ തന്നെ താഴെ വീണ് കിടന്ന പഴങ്ങൾ പെറുക്കിയെടുത്തു. അതിൽ കുറച്ച് മണ്ണ് പുരണ്ടിരുന്നപ്പോൾ മണ്ണ് ഊതിക്കളയാൻ ശ്രമിച്ചു. അപ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അമ്മുമ്മേ, ഇത് ചുട്ടപ്പഴമാണോ? ഈ പഴത്തിന് ചൂടുണ്ടോ? അതുകൊണ്ടാണോ ഊതുന്നത്? അപ്പോഴാണ് ഔവയ്യാറിന് മനസ്സിലായത്, മണ്ണിൽ വീണ പഴത്തിന് മണ്ണ് കളയാനാണ് നാം ഊതുന്നത്, അത് ചൂടുള്ളത് കൊണ്ടല്ല. ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് കുട്ടി ആദ്യം ചോദിച്ചത്, ചുട്ടപ്പഴം വേണോ ചുടാത്ത പഴം വേണോ എന്ന്. മണ്ണിൽ വീണത് ചുട്ടപ്പഴവും മരത്തിൽ നിന്ന് നേരിട്ട് പറിക്കുന്നത് ചുടാത്ത പഴവുമാണെന്ന് അപ്പോഴാണ് ഔവയ്യാറിന് കൃത്യമായി മനസ്സിലായത്. തൻ്റെ അറിവിൽ അഹങ്കരിച്ചിരുന്ന ഔവയ്യാർക്ക് ഒരു കുട്ടിയുടെ മുന്നിൽ തൻ്റെ വിജ്ഞാനം കുറവാണെന്ന് ബോധ്യമായി. ആ കുട്ടി മറ്റാരുമായിരുന്നില്ല, ശ്രീ മുരുകനായിരുന്നു. ഓം വജത് ഭുവായ നമഃ.